ഒരു കാലത്തെ ബാർസലോണയുടെ മിഡ്ഫീൽഡ് നിര ഒരിക്കലും ഏതൊരു ബാർസ ആരാധകരും മറക്കാൻ കഴിയാത്തൊരു കാര്യം. പല ക്ലബ്ബുകളും കൊതിച്ചിരുന്നൊരു മിഡ്ഫീൽഡ് നിര, പലരും സ്വന്തമാക്കാനായിട്ട് തുനിഞ്ഞിറങ്ങി നിര രണ്ട് താരങ്ങളെ പറഞ്ഞു വരുന്നത് ഇനിയസ്റ്റ ആൻഡ് സാവി ഹെർണാണ്ടസിനെ കുറിച്ചിട്ടാണ്. ബാർസലോണക്ക് എന്നല്ല, ലോക ഫുട്ബോളിന് തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മിഡ്ഫീൽഡ് നിര കൂടിയായിരുന്നു ഈ രണ്ടുപേരും. കാരണം എങ്ങനെയാണ് പാസ് കൊടുക്കേണ്ടത് അതുപോലെ കൊടുക്കും, എങ്ങനെയാണ് പാസ് കൺസീഡ് ചെയ്യേണ്ടത്, ബോൾ ടാക്കിൾ ചെയ്യേണ്ടത്, ഇതെല്ലാം ചെയ്യുന്ന ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മിഡ്ഫീൽഡ് നിരയായിരുന്നു അന്ന് ബാർസലോണയുടേത്. എന്നാൽ ഇന്ന് സാവി ഹെർണാണ്ടസും ആന്ദ്രസ് ഇനിയസ്റ്റയും ഒന്നായിട്ട് മൈതാനത്ത് പന്ത് തട്ടാൻ ഒരു മധ്യനിരയിൽ ഒരാളായി വേഷമണിഞ്ഞിരുന്ന എങ്ങനെ ഉണ്ടാവും? അതാണ് ഇന്ന് ബാർസയുടെ ആ ഒരു മധ്യനിരയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന 22-കാരൻ പെഡ്രി. ഇന്ന് ബാർസ ആരാധകർ പെഡ്രിയെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് പെഡ്രി പോർട്ടർ എന്നാണ്. ഈ വാക്കിന് ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്ന ഒരു താരം കൂടെയാണ് പെഡ്രി. ആധുനിക ഫുട്ബോളിൽ ഇത്രയും ഭംഗിയായിട്ട് മിഡ്ഫീൽഡ് നിര കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ഇല്ല എന്നുള്ളതാണ്. ഫ്ലിക്ക് ഒരു ടീമിൽ എന്താണോ കൊടുക്കുന്നത്, ഇപ്പോൾ ഡിഫൻസ് ഗെയിമാണെങ്കിൽ അതിന് പെഡ്രിയുടെ സഹായം വേണം, അറ്റാക്കിംഗ് ഗെയിമാണെങ്കിൽ അതിന് പെഡ്രിയുടെ സഹായം വേണം. മിഡ്ഫീൽഡിൽ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു നിൽക്കുന്ന ഒരു എൻജിൻ, ഒരു മിഡ്ഫീൽഡിൻ്റെ എൻജിൻ എന്ന് പറയുന്ന രീതിയിലാണ് ഇന്ന് പെഡ്രി ബാർസയുടെ മൈതാനം അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ചില സമയത്ത് പെഡ്രിയെ കാണുമ്പോൾ നമുക്ക് തോന്നുക ഈ ചെങ്ങായിയുടെ പൊസിഷൻ ഏതാണെന്നാണ്. കാരണം എല്ലാ പൊസിഷനിലും ഓടിപ്പാഞ്ഞ് കളിക്കുന്ന വൺ ഓഫ് ദ ക്രേസി പ്ലെയർ, അമേസിങ് പ്ലെയർ, അങ്ങനെയൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു പ്ലെയറാണ് പെഡ്രി എന്ന് പറയുന്നത്. എന്താണ് പെഡ്രിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്ന് ജസ്റ്റ് അടിയിലൊന്ന് കമൻറ്റ് ചെയ്യുക.